അസ്സലാമു അലൈക്കും. ഗർഭധാരണം നടന്നു കിട്ടാനും സന്താന സൗഭാഗ്യത്തിനു വേണ്ടിയും ആഗ്രഹിക്കുന്നവർ വ്യത്യസ്ത വഴികൾ സ്വീകരിക്കുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സ തേടുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ മതപരമായ വിശ്വാസങ്ങൾക്കനുസരിച്ച് ആത്മീയ കാര്യങ്ങളും ഇതോടൊപ്പം ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. ഗർഭധാരണം ആഗ്രഹിക്കുന്നവർക്ക് ഇസ്ലാമികപരമായ ഒട്ടേറെ ചികിത്സകളും നെച്ചിക്കാട്ടിൽ ഔലിയ ബെയ്ത്ത് പോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഈ ചാനലിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗർഭിണിയായി എന്ന് പറയുന്ന ധാരാളം പേർ അതൊക്കെ ഫോളോ ചെയ്തിരുന്നു എന്ന് അവർ ഗർഭിണിയായ ശേഷം വീഡിയോകൾക്ക് താഴെ എഴുതുന്ന സക്സസ് സ്റ്റോറിയിലും അതുപോലെ വാട്സപ്പ് മെസ്സേജിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഗർഭധാരണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇസ്ലാമികപരമായ 10 ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ തന്നെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇതൊക്കെ ഫോളോ ചെയ്യാനും എളുപ്പം ഗർഭധാരണം സാധ്യമാകാനും അങ്ങനെ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാവർക്കും സന്താന സൗഭാഗ്യത്തിനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതിൽ ഒന്നാമതും ഏറ്റവും മുഖ്യമായതും ദുആ അഥവാ പ്രാർത്ഥന തന്നെയാണ്. മറ്റുള്ള ഏത് ആവശ്യങ്ങൾ നേടാനും ദുആ തന്നെയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാന കർമ്മം. വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാമും ഒക്കെ നടത്തിയ പ്രാർത്ഥനകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതും അവർക്ക് മക്കളുണ്ടായതും ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. മനസ്സറിഞ്ഞ് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ വേണം ദുആ ചെയ്യാൻ. ദുആ ചെയ്യുമ്പോൾ ഒരിക്കലും മടുപ്പ് തോന്നരുത്. ഐഹികവും പാരത്രികവുമായ വിഷമങ്ങളുടെ ദൂരീകരണത്തിന് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏൽപ്പിച്ചു തന്ന ആയുധമാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഇബാദത്തുകളിൽ എന്ന പോലെ പ്രാർത്ഥനക്കും അതിൻ്റെ മര്യാദകളുണ്ട്. അവ ശ്രദ്ധിച്ചുകൊണ്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ സന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും ദുആ വർദ്ധിപ്പിക്കുക. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ദുആകൾ റബ്ബി ലാ തദർനി ഫർദം വഅൻത ഖൈറുൽ വാരിസിൻ പോലെയുള്ള ദുആകൾ കൂടുതലായി വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് 5 വക്ത് നിസ്കാര ശേഷം, തഹജ്ജുദ് നിസ്കാര ശേഷം, ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ, വെള്ളിയാഴ്ച രാവിലും പകൽ സമയത്തും ഇങ്ങനെ പ്രത്യേകം ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറയപ്പെടുന്ന സമയങ്ങളിലൊക്കെ ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായി ഗർഭധാരണത്തിന് ഫലം ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച സൂറത്തുകൾ, ആയത്തുകൾ ഇതൊക്കെ പതിവാക്കുക. സൂറത്ത് മറിയം, അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി സൂറത്ത് യാസീന്, സൂറത്തുൽ അംബിയായിലെ 89-ാമത്തെ ആയത്ത്, സൂറത്ത് അശ്വറായിലെ 49, 50 ആയത്തുകൾ ഇവയൊക്കെ പതിവായി ഓതുക. അതിന് പുറമെ ഇവ ഓതി കയ്യിലൂതി ഭാര്യയുടെ വയറിൽ തടവാം, അല്ലെങ്കിൽ മന്ത്രിച്ചൂതി നൽകാവുന്നതാണ്. മൂന്നാമതായി സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം, ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്ത് നാസ് എന്നിവ 3 വീതവും ചൊല്ലുക. ഇത് എല്ലാ ദിവസവും വെള്ളത്തിൽ മന്ത്രിച്ച് 2 പേരും കുടിക്കുക. സുബീക്ക് ശേഷവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേയും ചെയ്യുക. നാലാമതായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നതാണ്. ദിനം പ്രതി എണ്ണം പിടിച്ച് ധാരാളം ചൊല്ലുക. ആത്മാർത്ഥമായിട്ടായിരിക്കണം. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കുക, അവൻ നിങ്ങളുടെ ധനത്തിലും മക്കളിലും വർധനവ് നൽകും എന്ന് സൂറത്ത് നൂഹിലൂടെ 10-12 ആയത്തുകളിൽ അള്ളാഹു തന്നെ പറയുന്നു. ഗർഭധാരണത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗം കൂടിയാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നത്. ഗർഭിണിയായി എന്ന് പറയുന്നവരുടെ കമൻറ്റുകളിൽ ഞാൻ 1,00,000 ഇസ്തിഗ്ഫാർ ചൊല്ലി എന്ന് പറയുന്ന ധാരാളം പേരുടെ കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഗർഭധാരണത്തിന് മാത്രമല്ല, രോഗങ്ങൾ മാറാനും ദാരിദ്ര്യം മാറാനും ആഗ്രഹങ്ങൾ സഫലമാകാനും എല്ലാം ഇസ്തിഗ്ഫാർ പതിവാക്കാൻ മഹാന്മാർ പ്രത്യേകം നിർദ്ദേശിക്കുന്നു. അഞ്ചാമതായി ദിക്റുകൾ, സ്വലാത്ത് ഇതൊക്കെ വർദ്ധിപ്പിക്കുക. ഇത് മനസ്സിന് ശാന്തത ലഭിക്കാനും പ്രതീക്ഷ നിലനിർത്താനും കഴിയുന്നു. അസ്തഗ്ഫിറുല്ലാ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ ദിക്റുകൾ ഏറെ ഫലം ലഭിക്കുന്നു. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന പതിവാക്കുന്നതും വളരെ നല്ലതാണ്. ആറാമതായി തഹജ്ജുദ് പതിവാക്കുകയും ശേഷം സൂറത്തുൽ ഫത്ഹ് ഓതി ദുആ ചെയ്യുകയും ചെയ്യുക. ഇത് ഒരുപാട് പേർക്ക് ഫലം കിട്ടി എന്ന് പറഞ്ഞ ഒരു അമലാണ്. രാത്രിയിൽ ഒരു ഉറക്കമുറങ്ങി പിന്നെ എഴുന്നേറ്റ് വുളു ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കുകയും സൂറത്തുൽ ഫത്ഹ് ഓതി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്നതും അള്ളാഹു എളുപ്പം ഉത്തരം നൽകാൻ കാരണമാകുന്നു. ഏഴാമതായി നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ പാവപ്പെട്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് സ്വതക്കകൾ നൽകുക. ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയുകയും അത് ജീവിതത്തിൽ ബർക്കത്തുകൾ എത്തിക്കുകയും ചെയ്യുന്നു. സ്വതക്കയ്ക്ക് ശേഷം അള്ളാഹുവോട് മക്കളുണ്ടാകാൻ വേണ്ടി, ധർമ്മനിഷ്ഠയുള്ള മക്കളുണ്ടാകാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എട്ടാമതായി
നിസ്കാര ശേഷം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദുആ ചെയ്യുക. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുർറത അയ്ൻ പോലെയുള്ള ഇസ്ലാം പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആകൾ വർദ്ധിപ്പിക്കുക. 9-ാമതായി നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഹലാലായ ഭക്ഷണം കഴിക്കുക എന്നതാണ്. അതുപോലെ വീട്ടിൽ തർക്കങ്ങളില്ലാതിരിക്കുക, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക, ഭാര്യയും ഭർത്താവും നല്ല ദാമ്പത്യ ജീവിതം പുലർത്തുക, സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. 10-ാമതായി ഗർഭധാരണ ശേഷി കൂട്ടുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചും അജുവ കാരക്ക, തേന്, കരിഞ്ചീരകം, അത്തിപ്പഴം, സംസം വെള്ളം ഇതൊക്കെ ഉപയോഗിക്കുക. ഇസ്ലാമികപരമായ 10 ആത്മീയ കാര്യങ്ങൾ വളരെ ചുരുക്കിയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഫോളോ ചെയ്യാനും ഗർഭിണിയാവാനും അള്ളാഹു നിങ്ങൾക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ പറഞ്ഞതിൽ നിന്നും ഗർഭധാരണത്തിനായി 1,00,000 ഇസ്തിഗ്ഫാർ ചെല്ലാൻ റെഡിയുള്ളവർ മനസ്സിൽ നിയ്യത്ത് വെക്കുകയും താഴെ കമൻറ്റിൽ നിങ്ങളുടെ പേരും വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നതും എന്താണ് നിങ്ങളുടെ ഗർഭധാരണ തടസ്സം എന്നുള്ളതും എഴുതുക. വീഡിയോക്ക് താഴെയുള്ള കമൻറ്റിലാണ് എഴുതേണ്ടത്. അള്ളാഹു ആ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തന്ന് എളുപ്പം ഗർഭിണിയാവാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും.